ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക് ചരിത്രത്തിൽ ഇതുവരെ ആരും കൈവരിക്കാത്ത ഒരു സാമ്പത്തിക നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ അഥവാ $1,00,000 കോടി ആസ്തിയുള്ളയാളെന്ന റെക്കോർഡ് സ്വന്തമാക്കും. നിലവിലെ വിനിമയ നിരക്ക് അനുസരിച്ച് ഇത് ഏകദേശം 95 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമാണ്. ഒരു ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം പോലെയല്ല മസ്കിന്റെ ഈ മഹാസമ്പത്ത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികളുടെ ഓഹരി പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആസ്തികൾ. അതിനാൽ തന്നെ ഇതിന്റെ മൂല്യം വിപണിയിലെ കൈച്ചിറക്കങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയിൽ നിന്നാണ്. നിലവിൽ ടെസ്ലയിലുള്ള അദ്ദേഹത്തിന്റെ ഓഹരികളുടെ മൂല്യം $273 ബില്യൺ ആണ്. കൂടാതെ സ്പേസ് എക്സിന്റെ വരാനിരിക്കുന്ന IPO അദ്ദേഹത്തിന്റെ ആസ്തിയിലേക്ക് $841 ബില്യൺ കൂടി കൂട്ടിച്ചേർക്കുമെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. $1 ട്രില്യൺ എന്ന വലിയ സംഖ്യയെ ലളിതമായി പറഞ്ഞാൽ അത് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും ആകെ സമ്പദ് വ്യവസ്ഥയേക്കാൾ വലുതാണ്. ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളുടെ വാർഷിക സാമ്പത്തിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇലോൺ മസ്കിന്റെ വരാനിരിക്കുന്ന ഈ സമ്പത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതാനും ചില വികസിത രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇലോൺ മസ്കിന്റെ പ്രവചിക്കപ്പെട്ട സമ്പത്തിനേക്കാൾ വലിയ സമ്പദ് വ്യവസ്ഥയുള്ളത്. വികസിത രാജ്യങ്ങളായ തായ്വാൻ, അയർലൻഡ്, സ്വീഡൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുടെ GDP-യേക്കാൾ മുകളിലാണ് മസ്കിന്റെ ഏകദേശ ആസ്തി. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, റാക്കിൾ സ്ഥാപകൻ ലാറി എലിസൺ, ഗൂഗിളിന്റെ സഹസ്ഥാപകരായ ലാറി പേജ്, സെർജി ബിൻ എന്നിവരുടെ എല്ലാം ആകെ സമ്പത്ത് ചേർത്ത് വെച്ചാൽ ഏകദേശം $1.09 ട്രില്യൺ വരും. ഈ 4 പ്രമുഖരുടെ ആകെ സമ്പത്തിനോടൊപ്പമാണ് മസ്ക് ഒറ്റയ്ക്കെത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. വിപണിയിലെ അനുകൂല സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ ചരിത്രത്തിലെ ആദ്യത്തെ ട്രില്യണയർ എന്ന പദവി ഇലോൺ മസ്കിന് സ്വന്തമാകും. അതേസമയം പേപ്പർ മൂല്യത്തിലുള്ള ഈ സ്വത്ത് വിപണിയിലെ മാറ്റങ്ങൾക്ക് വിധേയമാണെങ്കിലും ഇത് നൽകുന്ന സാമ്പത്തിക സ്വാധീനം ചെറുതല്ല. ആഗോള വിപണിയിൽ ടെസ്ലയും സ്പേസ് എക്സും നടത്തുന്ന കുതിപ്പ് വരും ദിവസങ്ങളിൽ മസ്കിന്റെ ആസ്തി വർദ്ധിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.